എന്നമാതിരി എല്ലാ വെള്ളിയാഴ്ചയും അൽക്കഫ് നമ്മൾ തുടങ്ങും. കൂട്ടത്ത് പറയാം, വെള്ളിയാഴ്ച എല്ലാവരും അൽക്കഫ് ഓതണം. അത് ഈമാനാണ്. ഒരു വെള്ളിയാഴ്ച ഒരാൾ അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അതവന് നൂർ പ്രകാശമായിരിക്കുമെന്ന് മുത്തുനബി. പ്രകാശം എന്ന് പറഞ്ഞാൽ നൂർ എന്നത് ഈമാനിന്റെ സിമ്പലാണ്. പ്രകാശമായിരിക്കും എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഭംഗിയുടെ സിമ്പലാണല്ലോ. മുഖം ചന്ദ്രനെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെന്നല്ല, ഭംഗിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. നൂർ ഈമാനിന്റെ സിമ്പലാണ്. ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയാൽ അടുത്ത വെള്ളിയാഴ്ച വരെ അത് നൂർ ആയിരിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈമാനായിരിക്കുമെന്നാണ്. ഒരു വെള്ളിയാഴ്ച അൽക്കഫ് ഓതിയ ആള് അടുത്ത വെള്ളിയാഴ്ചക്കുള്ളിൽ മരണപ്പെടുകയാണെങ്കിൽ ഈമാനോടുകൂടെ അല്ലാതെ മരിക്കുകയില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം. അതുകൊണ്ട് വെള്ളിയാഴ്ച അൽക്കഫ് ഓതണം. നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ഏറ്റവും നല്ലത് സുബീസ്കരിച്ചേക്ക് ഓതലാണ്. കാരണം ജുമക്ക് ചെല്ലാൻ നമ്മളെന്തായാലും നേരം വെക്കും. അപ്പം പിന്നെ ആ സുബീക്ക് തന്നെ അതുകൊണ്ട് ഓതിയാൽ അതാണ് കഴിഞ്ഞിട്ടല്ലോ, പിന്നെ പോകല് അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ച എല്ലാവരും അൽക്കഫ് ഓതണം. കൂട്ടത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വാലിഹീങ്ങളുടെ പാരമ്പര്യം എന്ന് പറഞ്ഞത് അതൊക്കെയാണ്.